ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ ഇൻകം ടാക്സിലെ ഏകദേശം 75% അപ്പോൾ അമെൻമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ള കുറച്ച് അമെൻമെൻറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇൻ്റർമീഡിയറ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് അമെൻമെൻറ്റ്സേ ഉള്ളൂ. ദാറ്റ് ഈസ് പെനാൽറ്റീസ്, ഫേസ്ലെസ് അസസ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രം. എന്നാൽ ഫൈനലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടാക്സേഷൻ ഓഫ് ബിസിനസ് ട്രസ്റ്റ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, അതുപോലെ തന്നെ ഫൈനലിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ TDS റൈറ്റ്സുകൾ, പിന്നെ കുറച്ച് അതർ പ്രൊവിഷൻസും. സോ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഫേസ്ലെസ് അസസ്മെൻറ്റ്. നമ്മൾ ഒരുപാട് അസസ്മെൻറ്റുകൾ കേട്ടിട്ടുണ്ടാവും. സ്ക്രൂട്ടിനി അസസ്മെൻറ്റ്, കമ്പ്യൂട്ടർ അസസ്മെൻറ്റ്, ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ അപ്പീൽസ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്. സോ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പീലൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിൻ്റെ മുന്നിലോ നമ്മൾ പോകണം. അതേപോലെ അസസ്മെൻറ്റുകളാണെങ്കിൽ അസസിങ് ഓഫീസറുടെ മുന്നിൽ എന്തായാലും ഹാജരായിരിക്കേണ്ടി വരും. എന്നാൽ പുതിയൊരു സ്കീം കൊണ്ടുവന്നു, ഫേസ്ലെസ് അസസ്മെൻറ്റ്. ഫേസ്ലെസ് ആണ്, വേർഡ് തന്നെ ഉണ്ട്. ടെക്നോളജി സപ്പോർട്ടോടുകൂടി അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം, ഫുള്ളി ഇലക്ട്രോണിക്കലി ബേസ്ഡ്. ഈ അസസ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഒന്നും ഫിനാൻസ് ആക്ട് 2020 ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സെക്ഷനാണ് ഇത് അപ്ലിക്കബിൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ഫസ്റ്റ് 130 ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി, 135A കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, 142B റെഫറൻസ് ടു വാലേഷൻ ഓഫീസർ. വാലേഷൻ ഓഫീസർ റെഫറൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്തെങ്കിലും അസറ്റിൻ്റെ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ വാലേഷനിൽ ഡിഫറൻസ് വന്നാൽ വാലേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്യാം. സോ അതിനും ഫേസ്ലെസ് വന്നിട്ടുണ്ട്. 143 സബ്സെക്ഷൻ 3A 3B 3C സ്ക്രൂട്ടിനിയാണ്. 144B ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്, 144C ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പാനൽ. ഫൈനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് DRPനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇൻ്റർമീഡിയറ്റിൽ അത്ര തോന്നില്ല. പിന്നെ 151A ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്, 157A റെക്ടിഫിക്കേഷൻ അമെൻമെൻറ്റ് എക്സെട്ര അണ്ടർ സെക്ഷൻ 154, 155, 156 ഡിമാൻഡ് നോട്ടീസ് 156 ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ 250 സബ്സെക്ഷൻ 6B സ്കീം ഓഫ് അപ്പീൽ, അപ്പീലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ലെസ്. പിന്നെ 264A റിവിഷൻ, 274 സബ്സെക്ഷൻ 2A അസസ്മെൻറ്റ് ഓഫ് പെനാൽറ്റി, പെനാൽറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അസസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഫേസ്ലെസ് യൂസ് ചെയ്യാം. പിന്നെ 92CA സബ്സെക്ഷൻ 8 റെഫറൻസ് ടു TPO ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർ. ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ ട്രാൻസ്ഫർ പ്രൈസുമായി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് റെഫർ ചെയ്യും. അതിലും ഫേസ്ലെസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ളത് ഒബ്ജക്റ്റീവ് ഓഫ് ഫേസ്ലെസ് അസസ്മെൻ്റ് ആണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ ടെക്നോളജി സപ്പോർട്ട് കൊണ്ടുവന്ന ടൈം കൺസ്യൂമിങ് അല്ല, അതുപോലെ തന്നെ റിസോഴ്സസ്, പിന്നെ ഒരുപാട് കംപ്ലയൻസ് കുറയും. അതൊക്കെയാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത്. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ നെക്സ്റ്റ് വൺ, ഫർണിഷിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സർട്ടിഫിക്കറ്റ്, സെക്ഷൻ 234G ആൻഡ് 271K. പെനാൽറ്റിയിലാണ് ഈ സെക്ഷൻസ് വരുന്നത്. പെനാൽറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 80G ദാറ്റ് മീൻസ് ഡൊണേഷൻ ടു സ്പെസിഫൈഡ് ഫണ്ട്സ്. ഫോർ എക്സാമ്പിൾ PMKS ഫണ്ടൊക്കെ. PMKS ഫണ്ടിലേക്കൊക്കെ ഡൊണേഷൻ ചെയ്താൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന സെക്ഷനാണ് 80G. ആ 80Gൻ്റെ ക്ലോസ് 7ലും ക്ലോസ് 9ലും പറയുന്നുണ്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻകം ടാക്സ് അതോറിറ്റി ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഡോണർ. ദാറ്റ് മീൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആർക്കാണ് കിട്ടുന്നത്. ഇപ്പോൾ PMKS ഫണ്ടാണെങ്കിൽ PMKS ഫണ്ട് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആരാണ് ഡോണർ, ആരാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, അയാൾക്കൊരു സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഇപ്പോൾ ഈ അടുത്തായിട്ട് ആരെങ്കിലുമൊക്കെ കോവിഡ് റിലീഫ് ഫണ്ടിലേക്കൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ക്ലോസ് 7 ക്ലോസ് 9 എന്ത് പറയുന്നത്, ഈ സർട്ടിഫിക്കറ്റ് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റും സ്റ്റേറ്റ്മെൻറ്റും ഫർണിഷ് ചെയ്യുന്നതല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. 234G ആൻഡ് 271K. അതിൻ്റെ പെനാൽറ്റി എത്ര? 234G ഫീ 200 rupees ഫോർ എവറി ഡേ നോട്ട് മോർ ദാൻ എമൗണ്ട് ഓഫ് ഡിഫോൾട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റോ സർട്ടിഫിക്കറ്റോ ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ₹200 ഫോർ എവറി ഡേ, ഒരു ദിവസത്തിന് 200 രൂപ വെച്ച് കിട്ടും. ബട്ട് നോട്ട് മോർ ദാൻ എമൗണ്ട് ഓഫ് ഡിഫോൾട്ട്. ഡിഫോൾട്ട് എമൗണ്ടിനെ കാട്ടി പെനാൽറ്റി കൂടാൻ പാടില്ല. ഇനി 271K പ്രകാരം പെനാൽറ്റി എത്ര കിട്ടും? നോട്ട് ലെസ് ദാൻ 10,000 rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ₹1 lakh. 10,000 to 1 lakh വരെ പെനാൽറ്റി കിട്ടാം. അപ്പോൾ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാത്തതിന് എന്തിനാണ് 2 പെനാൽറ്റി? അതറിയണമെങ്കിൽ ആദ്യം ഫീ എന്താണ്, പെനാൽറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. സോ ഫീ മീൻസ് ഒരു അസസി അത് മസ്റ്റായിട്ടും പേ ചെയ്തിരിക്കണം. അഥവാ അസസിങ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫീ വെയ്വ് ചെയ്ത് കൊടുക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അതെന്തായാലും പേ ചെയ്തിരിക്കണം ഫീ. എന്നാൽ പെനാൽറ്റി അങ്ങനെയല്ല. ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് അസസിങ് ഓഫീസർ, അസസിങ് ഓഫീസർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെനാൽറ്റി വേവ് ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം. ഇനി 234G ആൻഡ് 271K ആർ ആൾസോ അപ്ലിക്കബിൾ ഫോർ ഡൊണേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. ഞാൻ പറഞ്ഞു ഈ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, 80Gയിലെ ഡൊണേഷൻസിനാണ്.
എന്നാൽ അതിന് മാത്രമല്ല സയൻറ്റിഫിക് റിസർച്ചുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസും ഡൊണേഷൻസ് ഒക്കെ നടത്തിയാൽ അതിനും ഈ സ്റ്റേറ്റ്മെൻറ്റും സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും സർട്ടിഫിക്കറ്റും ആ കേസിൽ ഇഷ്യൂ ചെയ്തില്ലെങ്കിലും ഇതേ പെനാൽറ്റി വരും 234Gയും 271Kയും. സോ ഈ 234Gയും 271K ഏതിനൊക്കെ അപ്ലിക്കബിൾ ആണ്? 80Gയിലെ ഡൊണേഷൻസിനും സയൻറ്റിഫിക് റിസർച്ചിലെ ഡൊണേഷൻസിനും. ഇത്രയാണ് 234Gയും 271Kയും ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ 271AAD ഒരു പെനാൽറ്റി സെക്ഷൻ തന്നെയാണ്. പെനാൽറ്റി ഫോർ ഫാൾസ് എൻട്രി ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ഫാൾസ് എൻട്രി മേക്ക് ചെയ്താൽ വരുന്ന പെനാൽറ്റി. വിത്തൗട്ട് പ്രെജുഡൈസ് ടു എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ഇഫ് ഡ്യൂറിംഗ് എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് in the books of account maintained by any person there is a false entry or an omission of any entry which is relevant for computation of total income of such person to evade tax liability, the assessing officer may direct that such a person shall pay by way of penalty a sum equal to the aggregate amount of such false or omitted entry. അഥവാ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ഫാൾസ് എൻട്രി നമ്മൾ മേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു എൻട്രി എഴുതാൻ വിട്ടുപോയി, ഒമിഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ ആ എൻട്രി റെലവൻറ്റ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് സച്ച് പേഴ്സൺ, ആ പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ആ എൻട്രി വളരെ റെലവൻ്റ് ആയിരുന്നെങ്കിൽ അത് എന്ത് പർപ്പസിന് വേണ്ടി ഒഴിവാക്കിയത്? ടു ഇവേഡ് ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി ഇവേഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അത് ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ എത്രയാണ് പെനാൽറ്റി? സം ഈക്വൽ ടു ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് സച്ച് ഫാൾസ് ഓർ ഒമിറ്റഡ് എൻട്രി. എത്രയാണോ ഒമിറ്റ് ചെയ്തത് അല്ലെങ്കിൽ എത്രയാണോ ഫാൾസ് എൻട്രി മേക്ക് ചെയ്തത് ആ എമൗണ്ട് എന്താണ്? പെനാൽറ്റിയാണ്. ആ എമൗണ്ട് ആണ് പെനാൽറ്റി. ആ എമൗണ്ടിൻ്റെ മേലെ ടാക്സ് അല്ല പെനാൽറ്റി. ഫോർ എക്സാമ്പിൾ ഒരു 2 lakhന് ഫാൾസ് എൻട്രി മേക്ക് ചെയ്താൽ ആ 2 lakh പെനാൽറ്റി കൊടുക്കേണ്ടി വരും. 2 lakhന് മേലെ ടാക്സ് അല്ല. സോ അത്രയാണ് 271AADയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പെനാൽറ്റിയിൽ ഈ 2 അമെൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ 115A ടാക്സ് ഓൺ ഡിവിഡൻഡ്, റോയൽറ്റി ആൻഡ് FTS ഇൻ കേസ് ഓഫ് ഫോറിൻ കമ്പനീസ്. 115A പറയുന്നത് കുറച്ച് സ്പെസിഫൈഡ് ഇൻകംസ്, ഫോർ എക്സാമ്പിൾ ഈ ഡിവിഡൻഡ്, റോയൽറ്റി, FTS അങ്ങനത്തെ അതൊരു ഫോറിൻ കമ്പനി കിട്ടിയാൽ അതിനൊക്കെ ഒരുപാട് സ്പെഷ്യൽ ടാക്സ് റേറ്റുകളുണ്ട്. ആ റേറ്റ് ഓഫ് ടാക്സുകളൊക്കെ പറയുന്ന സെക്ഷനാണ് 115A. അതിലൊരു അമെൻമെൻറ്റ് ഉണ്ട് ഇൻ സബ്സെക്ഷൻ 5. സബ്സെക്ഷൻ 5 ഡീൽ ചെയ്തിരുന്നത് എക്സംഷൻ ഫോർ സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ആണ്. അതായത് ഇവർക്ക് ഈ ഇൻകൊക്കെ മാത്രമുള്ളെങ്കിൽ ഒരു എക്സംഷൻ കൊടുത്തിരുന്നു റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ കുറച്ച് അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. ഇൻ സബ്സെക്ഷൻ 5 ഇൻ ക്ലോസ് എ ദ വേർഡ് ബ്രാക്കറ്റ്സ് ആൻഡ് ലെറ്റർ, ക്ലോസ് എ ദ വേർഡ് ബ്രാക്കറ്റ്സ് ആൻഡ് ലെറ്റർ, ക്ലോസ് എ ഓർ ക്ലോസ് ബി ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ദാറ്റ് മീൻസ് മുന്നേ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ഒരു ക്ലോസ് ബിയും കൂടി എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. അതായത് മുന്നേ ഡിവിഡൻറ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ FTSും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ബിയിൽ പറയുന്നത് FTS ആണ്, ക്ലോസ് എയിൽ ഡിവിഡൻ്റ് ആണ് പറയുന്നത്. ഇനി ഫോർ ക്ലോസ് ബി ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്, നെയിംലി ദ ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് പാർട്ട് ബി ഓഫ് ചാപ്റ്റർ 17 ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഫ്രം സച്ച് ഇൻകം ആൻഡ് ദ റേറ്റ് ഓഫ് സച്ച് ഡിഡക്ഷൻ ഈസ് നോട്ട് ലെസ് ദാൻ ദ റേറ്റ് സ്പെസിഫൈഡ് അണ്ടർ ക്ലോസ് എ ഓർ ആസ് ദ കേസ് മേ ബി ക്ലോസ് ബി ഓഫ് സബ്സെക്ഷൻ 1. അതായത് ഇവർക്ക് ഈ ഇൻകം കിട്ടുമ്പോൾ TDS കട്ട് ചെയ്തിരിക്കുന്നത്, ബട്ട് നോട്ട് ലെസ് ദാൻ റേറ്റ് സ്പെസിഫൈഡ് അണ്ടർ ക്ലോസ് എ ഓർ ക്ലോസ് ബി. ക്ലോസ് എയിലും ക്ലോസ് ബിയിലും ഇതിനൊക്കെ കുറേ സ്പെഷ്യൽ ടാക്സ് റേറ്റ് പറയുന്നുണ്ട്. ആ റേറ്റിനെക്കാട്ടിയും കുറയാത്തൊരു എമൗണ്ട് TDSും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട? റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട. ദാറ്റ് മീൻസ് ഇൻകം റെഫേർഡ് അണ്ടർ സെക്ഷൻ 115A. ഈ ഫോറിൻ കമ്പനിക്ക് 115Aയിൽ പറഞ്ഞ ഇൻകംസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ റേറ്റിനെക്കാട്ടിയും കുറയാത്ത TDS എന്ത് ചെയ്താണ്? ഡിഡക്റ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇൻകംസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈ പ്രൊവിഷനൊന്നും ആപ്ലിക്കബിൾ ആവില്ല. സോ ഇത്രയാണ് 115Aയിലുള്ള അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരുവിധം അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഫൈനൽ ലെവലിലേക്കുള്ളതും പിന്നെ ലാസ്റ്റ് കുറച്ച് ഡെഫിനിഷൻ സെക്ഷനിലൊക്കെ വരുന്ന കുറച്ച് അതർ പ്രൊവിഷൻസിലെ അമെൻമെൻറ്റ്സ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അമെൻമെൻറ്റ്സ് പറയുന്നത്. ഇൻ്റർമീഡിയറ്റിന് ആവശ്യമുള്ള ഓവറോൾ അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 115A എന്ന് പറയുന്നത് ഫൈനൽ ലെവലിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഇൻ്റർ ലെവലിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഫൈനലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് ഇനി മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈനലിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫസ്റ്റ് വണ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 23C. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റീസ്. Exemption is provided for income arising to any university or other educational institution existing solely for education purpose and not for the purpose of profit. It's solely or substantially financed by the government if it is aggregate annual receipt does not exceed 1 crore or it is approved by the prescribed authority or central government for such purpose. എന്താണ് 10 സബ്സെക്ഷൻ 23C പറയുന്നത്? 10 സബ്സെക്ഷൻ 23Cയിൽ കുറച്ചും കൂടി എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് എക്സംഷൻസ്? ഇൻകം അറൈസിങ് ടു എനി യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻകം ഒരു യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കിട്ടുന്നതാണ്. ബട്ട് ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഫിറ്റ് മോട്ടീവ് ആവരുത്. പ്രോഫിറ്റ് എന്നുള്ള പർപ്പസിന് വേണ്ടിയല്ല അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ
പിന്നെ ഇവിടെ പറഞ്ഞ പോലെ അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കണം. അതുപോലെ അഗ്രിഗേറ്റ് ആനുവൽ റെസിപ്റ്റ് 1 crore കൂടാൻ പാടില്ല. പിന്നെ അപ്രൂവ്ഡ് ബൈ പ്രിസ്ക്രൈബ് അതോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്ന ഇൻകംസൊക്കെ 10 Section 23C പ്രകാരം എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഇതല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇത് ടാക്സേഷൻ ഓഫ് ബിസിനസ് ട്രസ്റ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ ബാക്കി ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. നെക്സ്റ്റ് വൺ, ഇതേപോലെ തന്നെ 10 Section 23Cയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വേറൊരു ഐറ്റാണ് ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സംഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ ഇൻകം അറൈസിംഗ് ഫ്രം പ്രിസ്ക്രൈബ്ഡ് ആക്ടിവിറ്റീസ് to any hospital or medical institution existing solely for philanthropic purpose and not for the purpose of profit. Simply means profit പർപ്പസിനല്ലാതെ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന് പ്രിസ്ക്രൈബ്ഡ് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇനി ആ ഹോസ്പിറ്റൽ എങ്ങനത്തായിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ആണ്. ഒന്ന് ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെൻറ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 crore കൂടുതൽ അഗ്രിഗേറ്റ് റെസിപ്റ്റ് ഉണ്ടാവരുത്, പിന്നെ അപ്രൂവ്ഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ആ ഹോസ്പിറ്റൽ. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഈ പ്രിസ്ക്രൈബ്ഡ് ആക്ടിവിറ്റീസിന് കിട്ടിയ ഇൻകംസ് മാത്രമേ എക്സംപ്റ്റഡ് ഉള്ളൂ. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ആക്ടിവിറ്റീസ് എന്താണ്? ഫോർ റിസപ്ഷൻ ഓർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഴ്സൺസ് സഫറിംഗ് ഫ്രം ഇൽനെസ് ഓർ മെൻ്റൽ ഡിഫക്റ്റീവ്നെസ് ഓർ ഡ്യൂറിങ് കോൺവലസൻസ് ഓർ റിക്വയറിംഗ് മെഡിക്കൽ അറ്റൻഷൻ ഓർ റിഹാബിലിറ്റേഷൻ. ഇത്രയും ഐറ്റംസ് ആണ് എന്ത് പറയുന്നത്? പ്രിസ്ക്രൈബ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ പ്രിസ്ക്രൈബ്ഡ് ആക്ടിവിറ്റീസിന് വേണ്ടി എന്തെങ്കിലും ഇൻകം കിട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. സോ ഇവിടെ എക്സംഷൻ കിട്ടുന്നതല്ല ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 10 Section 23C പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് ടാക്സേഷൻ ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഇതിലാണ് ആ 23C നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്. സെക്ഷൻ 11 ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ടാക്സേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 11. ഇൻ സബ്സെക്ഷൻ 1 എക്സ്പ്ലനേഷൻ 2 any amount credited or paid out of income referred to in clause A or clause B read with explanation 1 to any fund or trust or institution or any university or other educational institution or any hospital or other medical institution referred to in subclause 4 or subclause 5 or subclause 6 or subclause 7A of clause 23C. നമ്മൾ ഡിസ്കസ് ചെയ്ത 23C of section 10 or other trust or institution registered under section 12A being contribution with a specific direction that it shall form part of the corpus shall not be treated as application of income for charitable or religious purpose. That means ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ആ ട്രസ്റ്റ് ഒന്നുകിൽ സെക്ഷൻ 10 ക്ലോസ് 23C പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ 12A രജിസ്റ്റർ ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കണം. ആ ട്രസ്റ്റിന് ഒരു ഇൻകം കിട്ടി. ആ ഇൻകംസ് അവർ അപ്ലൈ ചെയ്യുമ്പോൾ അഥവാ അത് യൂസ് ചെയ്യുമ്പോൾ ബീങ് കോൺട്രിബ്യൂഷൻ വിത്ത് എ സ്പെസിഫിക് ഡയറക്ഷൻ ദാറ്റ്, ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. എന്തിന്? ദാറ്റ് ഇറ്റ് ഷാൾ ഫോം പാർട്ട് ഓഫ് ദി കോർപ്പസ്. നമ്മൾ ആർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരെ കോർപ്പസ് ഫണ്ടിലേക്കാണ് അത് പോകുന്നതെന്നുള്ള സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്. അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസിനുള്ള അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊവിഷനാണ്. ബട്ട് ഇവിടെ ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 12A മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പുതിയ ക്ലോസ് ആയിട്ട് ക്ലോസ് 23C എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്ഷൻ 11 വന്ന അമെൻമെൻറ്റ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ട്രസ്റ്റ് ABC എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഇൻകം ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് അണ്ടർ ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് 200 lakhs ഇൻകം ഡിറൈവ് ചെയ്തു. ABC മേക്സ് എ കോർപ്പസ് ഡൊണേഷൻ. ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് കോർപ്പസ് ഡൊണേഷനാണ് of 80 lakhs to another XYZ which is registered under section 10 subsection 23C. 80 ലക്ഷം എന്ത് ചെയ്തു? കോർപ്പസ് ഡൊണേഷനായിട്ട് XYZ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിക്ക് അവർ കോൺട്രിബ്യൂഷൻ ചെയ്തു. ബട്ട് ഈ XYZ എന്താണ്? ക്ലോസ് 23C പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അമെൻമെൻറ്റിൻ്റെ മുന്നേ ആണെങ്കിൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി എത്ര? 200 lakhs മൈനസ് അക്യുമുലേറ്റഡ് 15% കിട്ടും. സെക്ഷൻ 11 സബ്സെക്ഷൻ 1 ക്ലോസ് A 30 rupees എന്ത് ചെയ്യും? 15% ഇതിൻ്റെ 15% റെഡ്യൂസ് ചെയ്തു. ബാക്കി എത്ര അപ്ലൈ ചെയ്താൽ മതി? 170 lakhs അപ്ലൈ ചെയ്താൽ മതി. സോ അതിൽ അപ്ലൈഡ് അണ്ടർ സെക്ഷൻ 11 ഓർ 12 എത്ര വന്നിരുന്നു? ഈ 80 lakhs വരും. കാരണം എന്താണ്? അന്ന് 23Cൻ്റെ കോർപ്പസ് ഡൊണേഷൻ അപ്ലിക്കേഷൻ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. സോ ഈ 80 ലെസ് ചെയ്ത് ബാക്കി എത്ര ടോട്ടൽ ഇൻകം ഉണ്ടാവുള്ളൂ? 90 lakhs. ആദ്യമേ ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് ഈ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഇൻകം ഫ്രം പ്രോപ്പർട്ടി എത്ര? 200 lakhs. നേരത്തെ പറഞ്ഞാൽ 15% അക്യുമുലേറ്റഡ് 30 rupees കിട്ടും. ബാക്കി 170 കിട്ടും. ഈ അപ്ലിക്കേഷൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? ഇനി മുതൽ അപ്ലിക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അഥവാ 10 Section 23Cയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിക്ക് കോർപ്പസ് ഡൊണേഷൻ നടത്തിയാൽ അത് അപ്ലിക്കേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ അപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല? നില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 170 lakhs ആണ് ടോട്ടൽ ഇൻകം വരിക. സോ അതാണ് ഡിഫറൻസ്. മുന്നേ 80 അപ്ലൈ ആയിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം 10 Section 23C ഇനി മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
ബട്ട് 12A രജിസ്റ്റർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നേ ഉള്ളതാണ്. ഇവിടെ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത് ടെൻസെപ്ഷൻ 23 കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളൂ. ഇത്രയാണ് ബിസിനസ് ട്രസ്റ്റിൽ അമെൻമെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർനാഷണൽ ടാക്സേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, അഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ് ഓർ സ്പെസിഫൈഡ് ടെറിട്ടറീസ്, സെക്ഷൻ 19. In subsection 1, in clause B, after the words as the case may be, the words and brackets without creating opportunities for non-taxation or reduced taxation through tax evasion or avoidance, including through treaty shopping arrangements aimed at obtaining reliefs provided in the said agreement for the indirect benefit to resident of any other country or territory, shall be inserted with effect from 1st day of April 2021. സെക്ഷൻ 90 സബ്സെക്ഷൻ 1 പറയുന്നത് ഗ്രാൻഡിങ് പവർ ടു സെൻട്രൽ ഗവൺമെൻറ് വിത്ത് ഗവൺമെൻറ് ഔട്ട്സ് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരു ഗവൺമെൻറ്റുമായിട്ട് ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 90 സബ്സെക്ഷൻ 1. ക്ലോസ് എയിൽ പറയുന്നത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റിലീഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടെന്ന് പറയുന്നത്. ഇനി ക്ലോസ് ബിയിൽ പറയുന്നത് അഗ്രിമെൻറ്റ് ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടെന്നാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഇതിൽ പുതിയൊരു ഇൻസേഷൻ വന്നു, വിത്തൗട്ട് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ ടാക്സേഷൻ ഓർ റെഡ്യൂസ്ഡ് ടാക്സേഷൻ ത്രൂ ടാക്സ് ഇവേഷൻ ഓർ അവോയ്ഡൻസ്. ഈ അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുന്നതിലൂടെ അതൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് എന്തിനുള്ള? ഫോർ നോൺ ടാക്സേഷൻ ഓർ റെഡ്യൂസ്ഡ് ടാക്സേഷൻ ത്രൂ ടാക്സ് ഇവേഷൻ ഓർ അവോയ്ഡൻസ്. ടാക്സ് ഇവേഷനിലൂടെയോ ടാക്സ് അവോയ്ഡൻസിലൂടെയോ ഒരു ഇൻകം നോൺ ടാക്സ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അത് റെഡ്യൂസ്ഡ് ടാക്സ് ചെയ്യാനുള്ള അവസരം എന്തിലൂടെ ഉണ്ടാക്കരുത്? ഈ ഒരു അഗ്രിമെൻറ്റിലൂടെ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു പുതിയൊരു ഇൻസേഷൻ വന്നു. ഇൻക്ലൂഡിങ് ത്രൂ ട്രീറ്റി ഷോപ്പിംഗ്. ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻറ്റിലുള്ള ബെനിഫിറ്റ്സ് പുറത്തുള്ള റെസിഡൻറ്റ് ഓഫ് എനി അതർ കൺട്രി ഓർ ടെറിട്ടറി, പുറത്തുള്ള ഒരു റെസിഡൻറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറയുക. അതിനുള്ള അവസരവും ഈ അഗ്രിമെൻറ്റിലൂടെ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ചെറിയൊരു ഇൻസേഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ഒരു അമെൻമെൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചിലപ്പോൾ CMA എക്സാമിന് ചിലപ്പോൾ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ, അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സ്പെസിഫൈഡ് അസോസിയേഷൻ ഫോർ ഡബിൾ ടാക്സേഷൻ റിലീഫ്, സെക്ഷൻ 90A. നേരത്തെ പറഞ്ഞ അതേ സെക്ഷൻ പോലെ തന്നെയാണ് അഗ്രിമെൻറ്റ് ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ, DTI എൻ്റർ ചെയ്യാനുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. ബട്ട് ആര് തമ്മിലാണ്? ബിറ്റ്വീൻ സ്പെസിഫൈഡ് അസോസിയേഷൻസ്. ഫോർ എക്സാമ്പിൾ RBI ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാണ്. ആരുമായിട്ട്? സെൻട്രൽ ബാങ്ക് ഓഫ് UK ഉള്ള സെൻട്രൽ ബാങ്കുമായിട്ട് RBIക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻറ്റ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റർ ചെയ്യാൻ പറ്റും. അതാണ് സ്പെസിഫൈഡ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞത്. ബട്ട് വിത്ത് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അതിന് എന്തിന് അപ്രൂവൽ കിട്ടണം? സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അത് ആക്റ്റീവായിട്ട് വരുള്ളൂ. അവിടെയും ഇതേപോലെ തന്നെ സെയിം പ്രൊവിഷൻ അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഈ അഗ്രിമെൻറ്റിലൂടെ അതൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടി? നോൺ ടാക്സേഷനോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ടാക്സേഷനോ. അതാണ് ഇവിടെ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. ഇതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് വൺ, അഡ്വാൻസ് പ്രൈസിങ് അഗ്രിമെൻറ്റ്. ഇതേപോലെ തന്നെ ഒരു പവറും കൂടി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ്. സോ 92CC. എന്താണ് ആദ്യം അഡ്വാൻസ് പ്രൈസിങ് അഗ്രിമെൻറ്റ് നോക്കാം. ഫിക്സിംഗ് എ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ALP ഇൻ അഡ്വാൻസ് ഫോർ എ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓവർ എ ഫിക്സ്ഡ് പീരിയഡ് ഓഫ് ടൈം. നമുക്കറിയാം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ALP കമ്പ്യൂട്ട് ചെയ്യാൻ, ആംസ് ലെങ്ത് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ കമ്പയറബിൾ അൺകൺട്രോൾഡ് പ്രൈസ് മെത്തേഡ്, റീസെയിൽ പ്രൈസ് മെത്തേഡ്, അതുപോലെ കോസ്റ്റ് പ്ലസ് മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മളെന്ത് ചെയ്യുക? ഫ്യൂച്ചർ പീരീഡിലേക്ക് ഒരു മെത്തേഡ് ഫിക്സ് ചെയ്യുക. നോർമലി 5 ഇയേഴ്സിനാണ് ഈ മെത്തേഡ് ഫിക്സ് ചെയ്യല്. അപ്പോൾ ഒരു അസസി പറയാണ്, ഞാൻ അടുത്തൊരു 5 ഇയേഴ്സിലേക്ക് ഫോർ എക്സാമ്പിൾ കോസ്റ്റ് പ്ലസ് മെത്തേഡ് മാത്രം യൂസ് ചെയ്തിട്ട് ALP കമ്പ്യൂട്ട് ചെയ്യാന്നുള്ള ഒരു അഗ്രിമെൻറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ട് എൻ്റർ ചെയ്യുന്നതിനാണ് അഡ്വാൻസ് പ്രൈസിങ് അഗ്രിമെൻറ്റ് എന്ന് പറയാം. ഇനി ഇതിൽ വന്ന അമെൻമെൻറ്റ് എന്ന് നോക്കാം. ഫോർ സബ്സെക്ഷൻ 1, the following subsection shall be substituted, namely, the board with the approval of central government may enter into an advance pricing agreement with any person. That means board എന്ന് പറഞ്ഞാൽ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി ഒരു അഡ്വാൻസ് പ്രൈസിങ് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാം. ആരുമായിട്ടും വിത്ത് എനി പേഴ്സൺ. എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ? ഡിറ്റർമിനിങ് ദി arm's length price or specifying the manner in which the arm's length price is to be determined in relation to an international transaction to be entered into by that person. That means ഞാൻ ആദ്യം പറഞ്ഞ പോലെ ALP കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു അഗ്രിമെൻറ്റ് ബോർഡിന് എൻ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ഇൻകം റെഫർ ടു ക്ലോസ് 1 ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 9 or specifying the manner in which said income is to be determined as is reasonably attributable to the operations carried out in India by or on behalf of that person being a NRI. That means ഒരു എൻറ്റിറ്റിക്ക് ഇന്ത്യയിൽ ബിസിനസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഇൻകം എങ്ങനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാം, അതിൻ്റെ മാനറും സ്പെസിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്?
ബോർഡിന് ഉണ്ട്. അതാണ് പുതിയൊരു പവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു സെക്ഷനാണ്. ഇതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. തിയറിക്കായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ വൺ വേർഡിലൊക്കെ കയറി വരാനേ ചാൻസ് ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ, സെർട്ടൈൻ ടേംസ് റെലവൻറ്റ് ടു കമ്പ്യൂട്ടേഷൻ ഓഫ് ALP 92F. 92Fൽ എന്താ പറയുന്നത്, ഒരുപാട് ടേംസ് ഉണ്ട്. ALP കമ്പ്യൂട്ടേഷനും ഇൻ്റർനാഷണൽ ടാക്സേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പുതിയ ടേംസുകളുണ്ടാവും. ഈ ടേംസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് 92Fലാണ്. അതിലൊരു അമെൻമെൻ്റ് ഉണ്ട്. സ്പെസിഫൈഡ് ഡേറ്റ് മീൻസ് ദ ഡേറ്റ് 1 month പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ്. ഇത് എല്ലായിടത്തും ഞാൻ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. 139 ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അതിൻ്റെ 1 month പ്രയർ ആണെന്ന് പറയുന്ന ഡേറ്റ്, അഥവാ സ്പെസിഫൈഡ് ഡേറ്റ്. അതൊക്കെ ഏതിനൊക്കെ അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത് ഡിഫൈനിങ് സെർട്ടൈൻ ടേംസ് ഫോർ 92, 92A, 92C, 92D, 92E. ഈ സെക്ഷൻസിനൊക്കെ എന്താണ് അപ്ലിക്കബിൾ ആണ്, ഈ സ്പെസിഫൈഡ് ഡേറ്റ് എന്നുള്ള വേർഡ് അപ്ലിക്കബിൾ ആണ്. അതായത് ഇതിലൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ടൊക്കെ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, 1 month പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻ ഓൺ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ഇൻ സെർട്ടൈൻ കേസസ്. 94B. 94Bയിൽ പറയുന്നത് ഒരു അസോസിയേറ്റഡ് എൻറ്റിറ്റീൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് പറയുന്ന സെക്ഷനാണ് 94B. അതെന്തിനാണെന്ന് നോക്കാം. എ കമ്പനി മേ ക്യാപിറ്റലൈസ് ബൈ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ആസ് ദ കമ്പനി ഡിസൈഡ്സ്. എന്ന് വെച്ചാൽ ഒരു കമ്പനീൻ്റെ ഡിസിഷനാണ് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര ഇക്വിറ്റി വേണം എത്ര ഡെപ്റ്റ് വേണമെന്ന് തീരുമാനിക്കേണ്ടത്. 50% ഡെപ്റ്റ്, 50% ഇക്വിറ്റി, അങ്ങനെ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാം. എന്നാൽ ഇൻ സം കേസസ് കമ്പനി വിൽ ഇൻക്ലൂഡ് മോർ ഡെപ്റ്റ് ഫണ്ട് ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ബൈ പേയിങ് ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് കമ്പനി ടാക്സ് ഇവേഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരുപാട് ഡെപ്റ്റ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇൻട്രസ്റ്റ് പേ ചെയ്യാം. അതിലൂടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു അസോസിയേറ്റഡ് എൻറ്റിറ്റിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഡെപ്റ്റൊക്കെ എടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, പുറത്ത് പോകുന്നില്ല, നമ്മുടെ കമ്പനീൻ്റെ കയ്യിൽ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നതും. സോ ഫോർ അവോയ്ഡിങ് ദിസ് പ്രാക്ടീസ് 94B വാസ് ഇൻസേർട്ടഡ്. ഈ പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് 94B എന്ത് ചെയ്തത്, ഇൻസേർട്ട് ചെയ്തത്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ NRI. ഒരു NRI ആയിരിക്കണം ഈ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്ത്, എങ്കിൽ മാത്രമേ 94B എന്താവുള്ളൂ, അപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി എന്താണ് ലിമിറ്റ്? ദാറ്റ് ഈസ് ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് മാക്സിമം ഇൻട്രസ്റ്റ് വിൽ ബി ലോവർ ഓഫ് 30% ഓഫ് ദി EBITDA. ദാറ്റ് മീൻസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഓർ ആക്ച്വൽ ഇൻട്രസ്റ്റ്. സോ എത്രയാണ് ലിമിറ്റ്? 30% ഓഫ് EBITDA ഓർ ആക്ച്വൽ ഇൻട്രസ്റ്റ്, വിച്ച് എവർ ഈസ് ലോവർ ആണെന്ത്, മാക്സിമം ഇൻട്രസ്റ്റ്. അതിലപ്പുറത്തേക്ക് ഒരു NRI ആയ അസോസിയേറ്റഡ് എൻറ്റിറ്റിക്ക് പേ ചെയ്ത ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണെന്ത് 94Bൻ്റെ പ്രൊവിഷൻസ്. ഇനി എന്താണ് നമുക്ക് അമെൻമെൻറ്റ് നോക്കാം. ആഫ്റ്റർ സബ്സെഷൻ 1 ദ ഫോളോയിങ് സബ്സെഷൻ ഷാൽ ബി ഇൻസേർട്ടഡ് വിത്ത് എഫക്ട് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് April 2021. നെയിംലി സബ്സെഷൻ 1 പുതിയൊരു സബ്സെഷൻ എന്ത് ചെയ്തേക്കണേ, ഇൻസേർട്ട് ചെയ്തേക്കണം. സബ്സെഷൻ 1 നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെഷൻ 1 ഷാൽ അപ്ലൈ ടു ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എ ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ ലെൻഡർ വിച്ച് ഈസ് എ പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ ഇന്ത്യ of a non-resident being a person engaged in the business of banking. That means ഈ 94Bയിലെ ലിമിറ്റ് അപ്ലൈ ചെയ്യില്ല. എപ്പോൾ? ഈ ലോൺ ഇഷ്യൂ ചെയ്തത് ഒരു ബാങ്കിങ് കമ്പനിയാണ്, ഇന്ത്യയിലുള്ളൊരു PE ആണ്. ഇന്ത്യയിലുള്ളൊരു PE ആയിട്ടുള്ള ബാങ്കിങ് കമ്പനി ഒരു ലോൺ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 94Bൻ്റെ ലിമിറ്റിൽ വരില്ല. ഇതാണ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ്. സോ ഇവരെ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ, ടാക്സ് ഓൺ ഇൻകം ഓഫ് സെർട്ടൈൻ ഡൊമസ്റ്റിക് കമ്പനീസ്. ഫൈനലിലുള്ളൊരു ടോപ്പിക്കാണ് അസസ്മെൻറ്റ് ഓഫ് വേരിയസ് എൻറ്റിറ്റീസ്. അവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പനീൻ്റെ അസസ്മെൻറ്റ്. അതിലുള്ള കമ്പനീൻ്റെ ഒരു ടാക്സ് റേറ്റ് സ്കീമായിരുന്നു 115BA. ദാറ്റ് മീൻസ് ഡൊമസ്റ്റിക് കമ്പനീൻ്റെ ടാക്സേഷൻ. മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ അവിടെ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. ഇൻ സെക്ഷൻ 115BA ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഇൻ സബ്സെഷൻ 2 ഇൻ ക്ലോസ് 1 ഫോർ ദ വേർഡ്സ്, ഫിഗേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ചാപ്റ്റർ 6 അണ്ടർ ദ ഹെഡിങ് C ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൈൻ ഇൻകംസ് അതർ ദാൻ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 80JJAA the words, figures and letters chapter 6A other than the provisions of section 80JJA or section 80M shall be substituted with effect from first day of April 2021. That means മുന്നേ 115BA ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ചാപ്റ്റർ 6 പാർട്ട് സിയിലുള്ള ഡിഡക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ബട്ട് അതർ ദാൻ ഏത് 80JJA എടുക്കാമായിരുന്നു. അതിലേക്ക് പുതുതായിട്ട് ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്ത് സെക്ഷൻ 80M. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് സെക്ഷൻ 80M എന്താണെന്നുള്ളത്. പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഡക്ഷൻ സെക്ഷനാണ്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യാം, ഇനി 115BA യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റും. സോ ഇതാണ് 115BAയിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്. നെക്സ്റ്റ് വൺ, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസിലുള്ള മറ്റൊരു റേറ്റ് ഓഫ് ടാക്സ് ആണ് 115BAB ന്യൂ മാനുഫാക്ചറിങ് ഡൊമസ്റ്റിക് കമ്പനീസിനുള്ള. സോ അതിലെന്താണ് അമെൻമെൻറ്റ്? ഒന്ന് ഈ അമെൻമെൻറ്റ് തന്നെയാണ് 80JJൻ്റെ കൂടെ 80M കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ ഇനിയും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത അമെൻമെൻറ്റ്, ആഫ്റ്റർ ക്ലോസ് C
the following explanation shall be inserted, namely, explanation for the purpose of clause B, the business of manufacture or production of any article or thing shall include the business of generation of electricity. That means ഈ 115 BAB ആർക്കാ കിട്ടുക? ന്യൂ മാനുഫാക്ചറിങ് ഡൊമസ്റ്റിക് കമ്പനീസിലാണ്. ഇതിൽ ആരാണ് ഈ മാനുഫാക്ചറിങ് കമ്പനീസ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടി ഇൻസേർട്ട് ചെയ്തു? ബിസിനസ് ഓഫ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു മാനുഫാക്ചറിങ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇത്രയാണ് 115 BABയിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ, നോട്ടീസ് ഓഫ് ഡിമാൻഡ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ESOPൻ്റെ കേസിൽ ഈ 3 ഡേറ്റിൽ വിച്ചോറി സെയിലർ ഏതാണോ അവിടുന്ന് 14 ഡേയ്സിനുള്ളിൽ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഡിമാൻഡ് നോട്ടീസ് എപ്പോൾ ഇഷ്യൂ ചെയ്താൽ മതിയാവും? ഈ 3 ഡേറ്റിൽ അവിടുന്ന് 14 ഡേയ്സിനുള്ളിൽ ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്താൽ മതിയാവും. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. നെക്സ്റ്റ് വൺ, TDS ഓൺ സെർട്ടൻ ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് എ ബിസിനസ് ട്രസ്റ്റ് 194 LBA. ഫൈനലിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള TDS സെക്ഷനാണ് 194 LBA. അതിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് നോക്കാം. ഇൻ സബ്സെക്ഷൻ 2 ഫോർ ദ വേർഡ്സ് 5%, the words brackets and letters 5% in case of income of the nature referred to in subclause A and 10% in case of income of the nature referred to in subclause B of the said clause shall be substituted. That means മുന്നേ 194 LBA പ്രകാരമുള്ള റേറ്റ് എത്രയായിരുന്നു? സബ്ക്ലോസ് എ പ്രകാരം അഥവാ ഇൻട്രസ്റ്റ് ഇൻകത്തിനുള്ള റേറ്റ് എത്രയായിരുന്നു? 5% ആയിരുന്നു. എന്നാൽ അന്ന് ഡിവിഡൻറ്റ് ടാക്സബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ഡിവിഡൻറ്റ് ടാക്സബിൾ ആയി. അതുകൊണ്ട് ഡിവിഡൻറ്റിൻ്റെ ടാക്സ് റേറ്റ് എത്ര ആക്കിയിട്ടുണ്ട്? 10% ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമെൻമെൻറ്റ് ചെയ്തു, ഡിവിഡൻറ്റിന് മാത്രം 10%ഉം അല്ലാത്ത കേസിലൊക്കെ 5% എന്നുള്ള റേറ്റിൽ ചെറിയൊരു അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അത് മാത്രമേ 194 LBAയിലുള്ളൂ. ഇനി ഈ 2 ഇൻകം എവിടെ നിന്ന് കിട്ടിയതായിരിക്കണം? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ നിന്ന് കിട്ടിയതായിരിക്കണം. അത് അമെൻമെൻ്റ് അല്ല, ഓൾറെഡി ഉള്ള പ്രൊവിഷനാണ്. എങ്കിൽ മാത്രമേ ഈ TDS ഒക്കെ വരുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, ഇതുപോലെ തന്നെ ഒരു TDS സെക്ഷനാണ് 194 LC, TDS ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ബൈ ട്രസ്റ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു ട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ഒരു ലോൺ എടുത്താൽ അതിന് ഇൻട്രസ്റ്റുമുള്ള TDS. ഇൻ സബ്സെക്ഷൻ 1 ദ ഫോളോയിങ് പ്രൊവിസോ ഷാൽ ബി ഇൻസേർട്ടഡ്, നെയിംലി പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റെഫർ ടു ക്ലോസ് 1B ഓഫ് സബ്സെക്ഷൻ 2 ദ ഇൻകം ടാക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 4%. നോർമലി 194 LC പ്രകാരമുള്ള റേറ്റ് എത്രയായിരുന്നു? 5% ആയിരുന്നു. അവിടെ ഒരു റെഡ്യൂസ്ഡ് റേറ്റ് കൊണ്ടുവന്നു 4% ഫോർ മണി ബോറോഡ് ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് സ്പെസിഫൈഡ് ബോണ്ട്. ഒരു സ്പെസിഫൈഡ് ബോണ്ട് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണ് ഈ മണി ബോറോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? 4% TDS കട്ട് ചെയ്താൽ മതി. ഇനി ആഫ്റ്റർ ക്ലോസ് 1 ദ ഫോളോയിങ് ക്ലോസ് ഷാൽ ബി ഇൻസേർട്ടഡ്, നെയിംലി ക്ലോസ് 1B ഇൻ റെസ്പെക്ട് ഓഫ് മണീസ് ബോറോഡ് ബൈ ഇറ്റ് ഫ്രം ദ സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ by way of issue of any long-term bond or rupee denominated bond on or after 1st day of April 2020 but before the 1st day of July 2023 which is listed only on a recognized stock exchange located in any IFSC. That means ഈ 194 LCയിൽ ഒരുപാട് ലോൺ സ്കീമുകൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ലോൺ എടുക്കേണ്ടതെന്നുള്ളത്. അതിൽ ഒരു അമെൻമെൻറ്റും കൂടി കൊണ്ടുവന്നു, അതായത് ഒരു സ്കീമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ലോങ് ടേം ബോണ്ടോ അല്ലെങ്കിൽ ഒരു റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടോ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് 1st day of April 2020 മുതൽ 1st day of July 2023 വരെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതുമുള്ള ഇൻട്രസ്റ്റിനും കൂടി എന്ത് ചെയ്യണം? ഈ 194 LC പ്രകാരം TDS കട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ 194 LCയിലുള്ള അമെൻമെൻറ്റ്. സോ ഇത്രയാണ് ഫൈനൽ ലെവലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫൈനൽ ലെവലിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓവറോൾ ഫിനാൻസ് ആക്ട് 2020 വന്നിട്ടുള്ള ഒരുവിധം അമെൻമെൻറ്റൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എക്സാമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള. ഇനിയുള്ളത് ഡെഫിനിഷൻസിൽ വന്നിട്ടുള്ള ഒരു 2-3 അമെൻമെൻറ്റ്സ് ആണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആവശ്യമുള്ളവർ മാത്രം കാണുക. സോ വൺ വേർഡൊക്കെ ആയിട്ട് വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. ഞാനത് ഡിസ്കസ് ചെയ്യാതെ പോകുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെഫിനിഷൻസ് ഫസ്റ്റ് വന്ന ഒരു അമെൻമെൻ്റ് ആണ് 2 സബ്സെക്ഷൻ 13A. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബിസിനസ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇത് ഫൈനൽ ലെവൽ വരുന്നതാണ്. ഈ ബിസിനസ് ട്രസ്റ്റിൽ ആദ്യം എന്തുണ്ടായിരുന്നു? സെബിയിൽ ലിസ്റ്റ് ചെയ്യണം ഓരോ ബിസിനസ് ട്രസ്റ്റും എന്ന് കമ്പൽസറി ആയിട്ട് കൊടുത്തിരുന്നു. അത് ഒഴിവാക്കിയിട്ടുണ്ട്, സെബിയിൽ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ടൈപ്പ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആണ് 2 സബ്സെക്ഷൻ 13A വരുന്നത്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റും പിന്നെ ഒന്ന് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റും. ഈ 2 ട്രസ്റ്റും സെബിയിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇനി മുതൽ സെബിയിൽ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ള അമെൻമെൻറ്റ് ചീഫ് കമ്മീഷണർ 2 സബ്സെക്ഷൻ 15A. ദാറ്റ് മീൻസ് ഇവിടെ പറയുന്നുണ്ട് ചീഫ് കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു ബി ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഓർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്. ഇത് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ എ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഓർ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്. ഇതും പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ഈ 2 വേർഡും കൂടി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിച്ചാൽ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഈ നെക്സ്റ്റ് വൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് 2 സബ്സെക്ഷൻ 42A റെഡ് വിത്ത് 49(2AG). ഇത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയണം, പുതുതായിട്ട് ഒരുപാട് ടേംസ് ഒക്കെ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 സബ്സെക്ഷൻ 42A ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം 49(2AG ഡിസ്കസ് ചെയ്യണം. അതെന്താണെന്ന് നോക്കാം.
The cost of acquisition of a unit or units in the segregated portfolio shall be the amount which bears to the cost of acquisition of a unit or units held by the assessee in total portfolio the same proportion as the net asset value of the asset transferred to the segregated portfolio. Important net asset value of the asset transferred to the segregated portfolio bears to the net asset value of the total portfolio immediately before segregation of portfolio. ആദ്യം നമുക്ക് എന്താണ് സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോ എന്ന് നോക്കാം. ഒരു പോർട്ട്ഫോളിയോ, ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഒരു ഐറ്റം, ഒരു ഡെപ്റ്റോ അല്ലെങ്കിൽ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റോ അതിലെന്തെങ്കിലും ഒരു ഇടിവ് വന്നു, അല്ലെങ്കിൽ അതെന്തായി ഒരു ക്രെഡിറ്റ് ഇവൻറ്റിനുമായി റിലേറ്റ് ചെയ്തിട്ട് അത് തകർന്നു. അങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഒരു സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോ ആയിട്ട് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് 49(2)ൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് യൂണിറ്റ് ഇൻ ദ സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോ മീൻസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് യൂണിറ്റ്സ് ഹെൽഡ് ബൈ ദ അസസി ഇൻ ദ പോർട്ട്ഫോളിയോ പ്രയർ ടു സച്ച് സെഗ്രിഗേഷൻ. ആ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് അസസീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു അസസിക്ക് വന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് ട്രാൻസ്ഫർ ടു സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോ ഡിവൈഡ് ബൈ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ പോർട്ട്ഫോളിയോ. സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോയിലേക്ക് എത്ര നെറ്റ് അസറ്റ് വാല്യൂ ആണ് ട്രാൻസ്ഫർ ചെയ്തത് ഡിവൈഡ് ബൈ ആദ്യം എത്ര നെറ്റ് അസറ്റ് വാല്യൂ ഉണ്ടായിരുന്നു അത് ചെയ്താൽ കിട്ടുന്നത് ആ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ത് ചെയ്യണം, പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. ഇനി 49(2)ൽ പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് മെയിൻ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ടോട്ടൽ പോർട്ട്ഫോളിയോ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോ. ഇനി ബാക്കിയുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവുമല്ലോ, ഈ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു മെയിൻ പോർട്ട്ഫോളിയോ അല്ലേ, അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ റെഡ്യൂസ് ചെയ്തായിരിക്കും. കോമൺ ലോജിക്. ഇനി ഇവിടെ എന്താണ് പറയുന്നത്, 2(14) ഡെഫിനിഷനിൽ ഇതൊക്കെ പുതുതായിട്ട് വന്ന അമെൻമെൻറ്റ് കേട്ടോ. ഈ 49(2)H പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്, അതുപോലെ 49(2)H പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്, 2(42)A പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ഇവിടെ പറയുന്നത് പീരിയഡ് ഓഫ് ഹോൾഡിംഗ്, പീരിയഡ് ഇൻ വിച്ച് ദ മെയിൻ പോർട്ട്ഫോളിയോ ഹെൽഡ്. ഈ സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് കിട്ടുന്ന പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എവിടെ നിന്ന് കിട്ടും, അതാണ് ക്വസ്റ്റ്യൻ. ഈ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എന്നാണോ അസസി ആ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തത് അവിടുന്ന് മുതൽ കമ്പ്യൂട്ട് ചെയ്യാം. സെഗ്രിഗേറ്റഡ് പോർട്ട്ഫോളിയോൻ്റെ പീരിയഡ് ഓഫ് ഹോൾഡിങ്ങും ആദ്യത്തെ ഹോൾഡിംഗ് മുതൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് 2(42). ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോട്ട് ചെയ്യാം, അഥവാ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്നതാണ്. സോ ഇത്രയാണ് ഇൻകം ടാക്സിലെ ടോട്ടൽ അമെൻമെൻറ്റ്സ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 വീഡിയോ ആയിട്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 hours ഇല്ല, 2 hours അടിയിലായിട്ട് ഞാൻ ഡിസ്കഷൻ വന്നിട്ടുള്ളൂ. ഏകദേശം 70 above അമെൻമെൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഫിനാൻസ് ആക്ട് 2020 വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഫിനാൻസ് ആക്ട് ആണ്. സോ അതാണ് ഇത്രയും ലേറ്റ് ആയത്. എങ്കിലും ഒരു ചെറിയൊരു 1.5 hour സെഷന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതോടെ ഈ ഇൻകം ടാക്സ് അമെൻമെൻറ്റ്സ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എ വെരി ബിഗ് താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇറ്റ്സ് മീ മുഹമ്മദ് സിനാൻ. ബൈ ബൈ.